അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എജ്യൂപീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് +1 അറബിക് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 6ാമത്തെ ചാപ്റ്ററിൽ ഇന്ന് പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് യഖ്ളത്തു റൂഹ് എന്നാണ്. യഖ്ളത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഉണർവ് എന്നാണ്. ഉണർവ്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് മറ്റൊക്കെ ഉണരുമല്ല, അതിന് യഖ്ളത്ത് എന്ന് പറയാം. റൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മാവ് എന്നും, സോൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ സോളാണിത്. അപ്പോൾ ആത്മാവിൻ്റെ ഉണർവ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ ക്യാപ്ഷൻ വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ വളരെ സാധാരണമായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേൾക്കുക, സംസാരിക്കുക, കാണുക, ഇതൊക്കെ നമുക്ക് വളരെ സാധാരണയായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കാഴ്ചയുടെയും കേൾവിയുടെയൊക്കെ പ്രാധാന്യം, അതിൻ്റെ കണ്ണിൻ്റെ വില എന്താണ്, ചെവിയുടെ വില എന്താണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. പക്ഷേ ഒരു കുട്ടിക്ക് കേൾക്കാനും കാണാനും കഴിയുന്നില്ല എങ്കിൽ അവൻ എങ്ങനെയായിരിക്കും ലോകത്തോട് സംസാരിക്കുക? അവൻ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക? മറ്റുള്ളവരോട് അവൻ എങ്ങനെയായിരിക്കും ആശയവിനിമയം നടത്തുക? ഒരു വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആ ഒരു കുട്ടി പുതുതായി പഠിക്കുക? ഇതെല്ലാം വലിയ ചർച്ചയാണ്. കണ്ണ് കാണാത്ത അയാൾ നടക്കുന്നതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തി ഇത്തരം ഒരുപാട് പരിമിതികളുള്ള, കാഴ്ചയും കേൾവിയൊന്നും ഇല്ലാത്ത ഒരു കുട്ടി, വളരെ അസാധാരണമായ ആ കുട്ടിയുടെ അങ്ങേയറ്റത്തെ ആഗ്രഹവും അങ്ങേയറ്റത്തെ പരിശ്രമവും കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരാളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അവളുടെ പേരാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ജീവിത ചരിത്രമാണ് ഈ കഥയിൽ രസകരമായിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഒരല്പം അങ്ങനെ നോക്കാം. ചിത്രത്തിൽ ഇവിടെ ഏകദേശം ഒരു ഹെലൻ കെല്ലറാണ് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് അവരിങ്ങനെ വെള്ളം ടാപ്പിൽ, കണ്ണ് കാണാത്ത അവരിങ്ങനെ ടാപ്പ് തുറന്ന് വെള്ളം എടുക്കുന്ന പോലെയുള്ള എന്തോ ചിത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹെലൻ കെല്ലറുടെ ജീവിത ചരിത്രം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മളിതിലൂടെ പഠിക്കുന്നത്. അൽ ആൻ ഖദ് ഹസൽതു അലാ മിഫ്താഹിൽ ലുഗത്തി കുല്ലിഹ കുന്തു മുതഹമ്മിസതൻ ജിദ്ദൻ ലിഇസ്തിഖ്ദാമിഹ. അൽ ആൻ ഇപ്പോൾ, ഖദ് ഹസൽതു എനിക്ക് ലഭിച്ചു. ഹസല എന്ന വാക്കിൻ്റെ അർത്ഥം ലഭിക്കുക എന്നാണ് കേട്ടോ. എനിക്ക് ലഭിച്ചു. അലാ മിഫ്താഹിൽ ലുഗത്തി കുല്ലിഹ, മുഴുവൻ ഭാഷകളുടെയും ചാവി എനിക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. മിഫ്താഹ് എന്ന വാക്കിൻ്റെ അർത്ഥം കീ എന്നാണ്, ചാവി. അപ്പോൾ മുഴുവൻ ഭാഷകളുടെയും ചാവി ഇപ്പോൾ തന്നെ എനിക്ക് നേടിക്കഴിഞ്ഞു. കുന്തു മുതഹമ്മിസതൻ ജിദ്ദൻ, ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. മുതഹമ്മിസത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം അതീവ തൽപരനായിരുന്നു. ലിഇസ്തിഖ്ദാമിഹ, ഈ ഭാഷകൾ ഉപയോഗിക്കാൻ. ഈ ജിദ്ദൻ എന്ന് പറയുന്ന വാക്ക് സാധാരണ നമ്മൾ വെരി എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ഐ ആം വെരി എക്സൈറ്റഡ് എന്നൊക്കെ പറയുന്നിടത്ത് വെരി എന്നതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജിദ്ദൻ. അല്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ ആം വെരി ഹാപ്പി എന്ന് പറയുമ്പോൾ അന മബ്സൂത്തുൻ ജിദ്ദൻ, അവിടെ എല്ലാം ഉപയോഗിക്കുന്ന വേർഡാണ് ജിദ്ദൻ എന്നുള്ളത് കേട്ടോ. മുതഹമ്മിസത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ ആവേശമുള്ള ആളായിരുന്നു. ലിഇസ്തിഖ്ദാമിഹ, ഈ ഭാഷകളൊക്കെ ഉപയോഗിക്കാൻ, ഭാഷകൾ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു. നമുക്ക് ഇവിടെ പറയാണ് അൽ അത്ഫാലുല്ലദീന യസ്മഊൻ. ഇപ്പോൾ ഇവിടെ ഈ ഖദ് ഹസൽതു എന്നൊക്കെ പറയുന്നത് ഹെലൻ കെല്ലറാണ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെലൻ കെല്ലർ പറയാണ് അൽ അത്ഫാലുല്ലദീന യസ്മഊൻ, ചെറിയ കുട്ടികളെ കാര്യം പറയുമ്പോൾ അവർ കേൾക്കുകയാണ് ചെയ്യുന്നത്. യതഅല്ലമൂന അൽ കലാമ ബിസുഹൂല, അതുപോലെ വളരെ എളുപ്പത്തിൽ അവർ സംസാരം പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ, അല്ലേ, ചെറിയ കുട്ടികൾ. അല്ലദീന യസ്മഊൻ, അവർ കേൾക്കുന്നവരാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ അവർ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുന്ന അവരുടെ ചെവിയാണ്. ചെവി ഉപയോഗിച്ച് അവരുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നതിൽ അവർ കൃത്യമായി കേൾക്കുന്നു. എന്നിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഓരോ ചെറിയ കുട്ടികളും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ യതഅല്ലമൂന അൽ കലാം ബിസുഹൂലത്തിൻ, വളരെ ഈസി ആയിട്ട്. ബിസുഹൂല എന്ന് പറഞ്ഞാൽ വെരി ഈസിലി എന്നർത്ഥം കേട്ടോ. വെരി ഈസിലി, വളരെ ഈസി ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഭാഷകൾ പഠിച്ചെടുക്കുന്നു. അവർ സംസാരം പഠിക്കുന്നു മാതാപിതാക്കളിൽ നിന്ന്. അതൊരു ഇംഗ്ലീഷുകാരനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. മലയാളിയാണെങ്കിൽ മലയാളം പഠിക്കുന്നു. ഹിന്ദിക്കാരനാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഹിന്ദി സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതെല്ലാം അവർ കേൾക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ലിഅന്നഹും യസ്മഊന അൽ കലിമാത്ത്
മിനന്നാസി മിൻ ഹൗലിഹിം, കാരണം അന്നഹും ആ കുട്ടികൾ യസ്മഊന അൽ കലിമാത്ത്, അവർ വ്യത്യസ്തമായ വാക്കുകൾ, കലിമാത്ത് എന്ന വേർഡ്, കലിമാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വേർഡ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ വേർഡ്സുകൾ അവർ കേൾക്കുന്നു. മിനന്നാസി മിൻ ഹൗലിഹിം, ജനങ്ങളിൽ നിന്ന്, മിൻ ഹൗലിഹിം അവർക്ക് ചുറ്റുമുള്ള, മിനന്നാസി മിൻ ഹൗലിഹിം പീപ്പിൾ അറൗണ്ട് ദം, മിൻ ഹൗലി എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് ചുറ്റുമുള്ള, അറൗണ്ട് ദം അവരുടെ ചുറ്റുഭാഗത്തുമുള്ള അയൽപക്കത്തു നിന്ന്, അവരുടെ ഉമ്മമാരിൽ നിന്ന്, അവരുടെ പിതാവിൽ നിന്ന്, അവരുടെ സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള സംസാരം കേട്ടിട്ടാണ് അവർ മെല്ലെ മെല്ലെ സംസാരിച്ചു തുടങ്ങുന്നത്. അമ്മ തിഫ്ലുൽ അസൊമ്മു, അതേസമയം ഈ അസൊമ്മായ കുട്ടി, അസൊമ്മ എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ കേൾക്കാൻ പറ്റാത്ത ഡഫായിട്ടുള്ള സ്റ്റുഡൻസ് കേട്ടോ. അസൊമ്മ എന്നാൽ ഡഫ്. ഓക്കെ, കേൾവിശക്തി ഇല്ലാത്തവർ. ഇപ്പോൾ കേൾവിശക്തി ഇല്ലാത്തൊരു കുട്ടി എങ്ങനെയായിരിക്കും പഠിക്കുക? ഫയതഅല്ലമുൽ കലിമാത്തി ബി ബുത്ഇൻ വസുഉബത്തിൻ, അവർ വാക്കുകളൊക്കെ പഠിക്കുന്നത് വളരെ സാവകാശമാണ്, അതുപോലെ വളരെ ഡിഫിക്കൽറ്റ്ലി ആണ്. വസുഉബത്തി എന്ന് പറഞ്ഞാൽ സുഉബത്ത് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് എന്നാണ് അർത്ഥം, ഡിഫിക്കൽട്ട്. ഓക്കെ, ബി ബുത്ഇൻ എന്ന് പറഞ്ഞാൽ സ്ലൗലി. കാരണം പിന്നെ ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കാൻ കുട്ടികൾക്ക് ഏറ്റവും സഹായകരമാകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞ കേൾവിയാണ്. അപ്പോൾ ഈ കേൾവി ഓഡിറ്ററി ആയിട്ടുള്ള നമ്മുടെ കഴിവിനെ, സ്കില്ലിനെയാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ കാര്യമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെവി കേൾക്കാത്ത അസൊമ്മായ കുട്ടികളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് സമയമെടുക്കും പുതിയ പുതിയ വാക്കുകൾ പഠിച്ചെടുക്കാൻ എന്നാണ് ഹെലൻ കെല്ലർ തൻ്റെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അവർ പറയുന്നത്. വയഹ്താജു ഇല വഖ്തിൻ തൊവീലിൻ, അതുകൊണ്ട് തന്നെ അവർക്കൊരു പുതിയ ഭാഷ പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ പഠിക്കാൻ യഹ്താജു ഇല ആവശ്യമാകും വഖ്തിൻ തൊവീലിൻ, ഒരുപാട് കാലത്തെ സമയം ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അവർക്കൊരു കാര്യം, പുതിയ ഭാഷയോ മറ്റൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതാണ് ഹെലൻ കെല്ലർ ഇവിടെ പറയുന്നത്. ലാക്കിന്ന നത്തീജത്തെ പിന്നിഹാജ് തെക്കൂന് അജീബത്തൻ, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അസൊമ്മായ കുട്ടി, അഥവാ അസൊമ്മാന ഡഫായ ചെവി കേൾക്കാൻ പാടില്ലാത്ത കുട്ടി അവർ പഠിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ലാക്കിന്ന നത്തീജത്ത, പക്ഷേ എങ്കിലും അതിൻ്റെ റിസൾട്ട്, നത്തീജത്ത് എന്ന് പറഞ്ഞാൽ റിസൾട്ട് നടത്തും, അതിൻ്റെ ഫലം. അങ്ങനെ അവർ അവസാനം പഠിച്ചു കഴിഞ്ഞാൽ ഫിന്നിഹായത്തി ഫൈനലി, ഫിന്നിഹായത്തി എന്നാൽ അവസാനം, അങ്ങനെ അവർ ബുദ്ധിമുട്ടായി പഠിച്ചു കഴിഞ്ഞാൽ തെക്കൂൻ അജീബത്തൻ, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? വളരെ അമേസിങ് ആയിരിക്കും, അത്ഭുതകരമായിരിക്കും. അജീബത്തൻ അമേസിങ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഡഫായ സ്റ്റുഡൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അവർ പഠിക്കാൻ എന്തെങ്കിലും ഒരുപാട് ടൈം എടുക്കും. സാധാരണ നമ്മുടെ എല്ലാ മക്കളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെയൊക്കെ വളർച്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, കാണാനും കേൾക്കാനൊക്കെ പറ്റുന്ന കുട്ടികൾ. ഫിൽ ബിദായത്തി, സ്റ്റാർട്ടിങ്ങിൽ, തുടക്കത്തിൽ, ഫിൽ ബിദായത്തി എന്നാൽ തുടക്കത്തിൽ. ഇന്ദമ കാനത്തിൽ മുഅല്ലിമത്തു, അധ്യാപിക, തുഅല്ലിമുനി എന്നെ പഠിപ്പിക്കുമ്പോൾ, മുഅല്ലിമത്ത് എന്നാൽ ടീച്ചർ, ടീച്ചർ കേട്ടോ. ഓക്കെ, തുഅല്ലിമുനി എന്നെ പഠിപ്പിക്കുമ്പോൾ, ഷൈഅൻ ജദീദൻ പുതിയ വല്ലതും എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ, ലം അകുൻ അസ്അലു കസീറൻ, ഞാൻ അധികമൊന്നും ചോദിക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞു. ലം അകുൻ അസ്അലു, ഞാൻ ചോദിക്കാറുണ്ടായിരുന്നില്ല. സഅല യസ്അലു എന്ന് പറഞ്ഞാൽ ടു ആസ്ക് എന്നാണ്, ചോദിക്കുക. ഞാൻ അധികമൊന്നും ചോദിക്കാറില്ലായിരുന്നു. അന്നൽ ലം അകുൻ ആരിഫു, കാരണം എന്താണ്? അന്നനി നിശ്ചയം ഞാൻ ആയതിനു വേണ്ടി, ലം അകുൻ ആരിഫു എനിക്ക് അറിയാറുണ്ടായിരുന്നില്ല, കലിമാത്തിൻ കാഫിയത്തിൻ ആവശ്യമായ വാക്കുകളൊന്നും വേർഡുകളൊന്നും എനിക്കറിയില്ലായിരുന്നു. കാഫിയ തന്നെ ഇനഫ്. അപ്പോൾ അതിനു മാത്രമുള്ള സംസാരിക്കാനോ അല്ലെങ്കിൽ സംശയം ചോദിക്കാൻ മാത്രമൊക്കെ ഉള്ള വേർഡുകൾ, കലിമാത്തന വേർഡ്സ്, അപ്പോൾ അത്തരം വേർഡ്സുകൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിലൊന്നും ഞാൻ എൻ്റെ അധ്യാപികയോട് പിന്നെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഹെലൻ കെല്ലർ പറയുന്നത്. തഅല്ലംതു കലിമാത്തിൻ അക്സറ വബദഅതു അസ്അലു അൻ കുല്ലി ഷൈഇൻ, പിന്നീട് എന്തായി? ഹെലൻ കെല്ലർ പറയാണ്, തഅല്ലംതു ഞാൻ പഠിച്ചു, കലിമാത്തിൻ അക്സറ ധാരാളം കൂടുതൽ വാക്കുകൾ ഞാൻ പഠിച്ചു. വബദഅതു എന്നിട്ട് ഞാൻ ആരംഭിച്ചു, അസ്അലു ചോദിക്കാൻ ആരംഭിച്ചു, അൻ കുല്ലി ഷൈഇൻ ഓരോന്നിനെ കുറിച്ചും. കുല്ലു ഷൈ എന്ന് പറഞ്ഞാൽ എവ്രിതിങ്, കുല്ലു ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും. അപ്പോൾ ഞാൻ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാത്തിനെ പറ്റിയും ചോദിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് പുതിയ കുറച്ച് വാക്കുകളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ചോദിക്കാൻ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങളും ചോദിക്കാൻ ആരംഭിച്ചു എന്ന്.
കുന്തു ഉക്കറിറു അസ്ഇലത്തി, ഞാൻ പിന്നീട് എൻ്റെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കുന്തു ഉക്കറിറു, ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കററ യുക്കറിറു എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പിന്നീട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അസ്ഇലത്തി എന്ന എൻ്റെ ചോദ്യങ്ങൾ, എൻ്റെ ക്വസ്റ്റ്യൻസ്. ഇത് അഫഹമ അക്സറ, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ. അഫഹമന മനസ്സിലാക്കുക കേട്ടോ, ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. വഹിയാനൻ, ചിലപ്പോഴൊക്കെ കാനൻ തുതക്കിറുനി, എന്നെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. കാനൻ തുതക്കിറുനി, ദക്കറ യുദക്കിറു എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ചെയ്യുക, നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്നെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. എന്ത്? കെലിമത്തുൻ ജദീദ, പുതിയ വേർഡ്സുകൾ, ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ. ചിലപ്പോൾ ചില പുതിയ വാക്കുകളൊക്കെ ഞാൻ പഠിക്കുമ്പോൾ അത് എന്നെ ഓർമ്മപ്പെടുത്തും. എന്ത്? ബിഷൈഇൻ ഹദസലി മിൻ ഖബൽ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തും. എങ്ങനത്തെ കാര്യം? ഹദസലി, അത് എനിക്ക് സംഭവിച്ചു, മിൻ ഖബലു, മുമ്പ്. അപ്പോൾ നമ്മൾ പുതുതായി ഒരു വാക്ക് നമ്മൾ അതിൻ്റെ അർത്ഥം ഇന്നതായിരുന്നല്ലേ, ഇന്ന കാര്യമായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതകാലത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും. അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് ഹെലൻ കെല്ലർ പറയാണ്. അതദക്കറു സ്വബാഹ അല്ലദീ സഅൽതു ഫിഹി അൻ മഅന കലിമത്തി ഹുബ്ബിൻ. എന്നിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ എന്ന പോലെ ഒരു സംഭവം ഇവിടെ പറയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പ്രഭാതം. അതദക്കറു, ഞാൻ ഓർക്കുന്നു. സ്വബാഹ, ഒരു പ്രഭാതത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനത്തെ പ്രഭാതമാണ്? അല്ലദീ സഅൽതു ഫിഹി, ആ പ്രഭാതത്തിൽ ഞാൻ ചോദിച്ചു കേട്ടോ. സ്വബാഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗ്. ഓക്കെ, പ്രഭാതം. അല്ലദീ, എങ്ങനത്തെ പ്രഭാതമാണ്? സഅൽതു ഫിഹി, ആ പ്രഭാതത്തിലാണ് ഞാൻ ചോദിച്ചത്. അൻ മഅന കലിമത്തി ഹുബ്ബിൻ, ഹുബ്ബ് എന്ന വാക്കിൻ്റെ, എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ലവ് എന്നെല്ലാവർക്കും അറിയാമല്ലോ, സ്നേഹം. അപ്പോൾ അന്ന് എനിക്ക് ഹുബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചോദിച്ചു. കുന്തുല ആരിഫു, എനിക്ക് അറിയുമായിരുന്നില്ല. കുന്തുല ആരിഫു എന്നാൽ അറഫ ആരിഫു എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം. അപ്പോൾ കുന്തുല ആരിഫു എന്നാൽ എനിക്ക് അറിയുമായിരുന്നില്ല, നോ എന്ന് പറയും ഇംഗ്ലീഷിൽ, അറിയുക. അപ്പോൾ കുന്തുല ആരിഫു, എനിക്ക് അറിയുമായിരുന്നില്ല. ഇല്ലാ കലിമാത്തിൻ ഖലീല, ഏതാനും ചില വേർഡുകളല്ലാതെ. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിക്കുന്ന കുട്ടിക്കാലത്ത് എനിക്ക് കുറച്ച് വാക്കുകൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പം അന്ന് എന്താണ് ഈ ഹുബ്ബ്, ലവ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അതേപ്പറ്റി ഞാൻ ചോദിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എന്ന് ഹെലൻ കെല്ലർ പറയാണ്. എന്നിട്ട് ആ ഒരു സംഭവം ഓർത്തെടുക്കുകയാണ്. എന്താണ്? മറത്തൻ, ഒരു തവണ. മറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വൺസ് ഇൻ എ ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു കഥയൊക്കെ തുടങ്ങുമ്പോൾ. അതുപോലെ വൺസ്, ഒരിക്കൽ എന്ന അർത്ഥത്തിനാണ് ഇവിടെ മറത്തെന്ന് ഉപയോഗിച്ചത് കേട്ടോ, വൺസ്. ഓക്കെ, ഒരിക്കൽ. ഖതഫ്തു ബഅദ സുഹൂരി, ഞാൻ ചില പുഷ്പങ്ങൾ പറിച്ചു. ഖതഫ എന്ന് പറയുന്ന ഈ വേർഡിൻ്റെ അർത്ഥം പ്ലക്ക് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ പ്ലക്ക്, ഡോണ്ട് പ്ലക്ക് ദി ഫ്ലവേഴ്സ് ഫ്രം ദി പാർക്ക് എന്ന് പറയില്ല, പാർക്കിലെ പൂവുകൾ പറിക്കരുത്. അപ്പോൾ പ്ലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പറിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു? പറിച്ചെടുത്തു. ബഅദ സുഹൂരി, ചില പൂവുകൾ. മിനൽ ഹദീഖത്തി, ഗാർഡനിൽ നിന്ന്. ഹദീഖത്ത് എന്നാൽ ഗാർഡൻ, പൂന്തോപ്പ് അല്ലെങ്കിൽ പാർക്ക് എന്നൊക്കെ പറയില്ല. അപ്പോൾ അവിടെയുള്ള ഒരു ഗാർഡനിൽ നിന്ന് ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പൂവ് പറിച്ചെടുത്തു. എന്നാൽ ഞാനത് നൽകി. ലി മുഅല്ലിമത്തി, എൻ്റെ അധ്യാപികയ്ക്ക് നൽകി. അപ്പോൾ ഹെലൻ കെല്ലർ എന്താണ് പറയണം? ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു? ഒരു ഫ്ലവർ എടുത്തിട്ട് ഞാൻ എൻ്റെ അധ്യാപികയ്ക്ക്, ടീച്ചർക്ക് എന്തായി? കൈമാറി. ടീച്ചർ. ഓക്കെ, ടീച്ചർ മുഅല്ലിമത്താണ് അധ്യാപിക. ഓക്കെ, ഫഹാവൽത്ത്, അപ്പോൾ ആ അധ്യാപിക ശ്രമിച്ചു. അൻ തുഖബ്ബിലനി, എന്നെ ചുംബനം നടത്താൻ. ഖബ്ബല യുഖബ്ബിലു എന്ന് പറഞ്ഞാൽ കിസ് ചെയ്യാൻ നടത്തുക. അപ്പോൾ ഹെലൻ കെല്ലർ ഒരു ലേഡിയാണ്. അവൾ പഠിക്കുന്ന സമയത്തുള്ള അവരുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത ഒരു ലേഡിയാണ്. അപ്പോൾ അവൾ ചെറിയ പ്രായത്തിലുള്ളൊരു അനുഭവം പങ്കുവെക്കുകയാണ്. ഓരോ പുതിയ വാക്കുകളും പഠിക്കുമ്പോൾ പഴയ കാലത്തെ സംഭവങ്ങൾ ഓർമ്മ വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ആ സംഭവം ഓർത്ത് വെക്കുകയാണ്. പക്ഷെ ലാക്കിന്നി ലം അകുൻ ഉഹിബ്ബു അൻ യുഖബ്ബലനി അഹദുൻ സിവാ ഉമ്മി, പക്ഷേ ലം അകുൻ ഉഹിബ്ബു, എനിക്ക് ഇഷ്ടമായിരുന്നില്ല, അൻ യുഖബ്ബലനി, എന്നെ
കിസ് ചെയ്യുക. അഹദുൻ ഒരാളും സിവ ഉമ്മി എൻ്റെ ഉമ്മയല്ലാതെ. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇതിൻ ആ സമയം അഥവാ എനിക്കത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ലമ്മത്ത് സിനി അൽ മുഅല്ലിമത്തു അധ്യാപിക എന്നെ എന്ത് ചെയ്തു, അണച്ചു ചേർത്ത് ഹഗ് ചെയ്തു. ലമ്മത്ത് സിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഹഗ് ചെയ്യുക എന്നർത്ഥം, അണച്ചു കൂട്ടിപ്പിടിച്ചു. ബിലുത്തുഫിൻ വളരെ വാത്സല്യത്തോടുകൂടെ. ലുത്തുഫ് എന്ന വാക്കിൻ്റെ അർത്ഥം വാത്സല്യം എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പോൾ വളരെ വാത്സല്യത്തോടെ എന്നെ അണച്ചു ചേർത്ത് പിടിച്ചു. വക്കതബത്ത് അലാ യദി, എന്നിട്ട് എൻ്റെ കൈകളിൽ അധ്യാപിക എഴുതി തന്നുണ്ട്. അന ഉഹിബു ഹീലീൻ, എനിക്ക് എൻ്റെ നേരർത്ഥം ഐ ലവ് ഹെലൻ, ഹെലനെ എനിക്കെന്താണ് ഇഷ്ടമാണ് എന്നെന്ത് ചെയ്തു ആ അധ്യാപിക എൻ്റെ കയ്യിൽ എഴുതി തന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ തൻ്റെ ചെറിയ പ്രായത്തിലുള്ള ഓരോ വാക്കുകൾ പഠിച്ചെടുക്കാനുള്ള പ്രയാസവും അങ്ങനെ ചില വാക്കുകൾ പഠിച്ചെടുക്കുമ്പോൾ പഴയകാല സംഭവത്തിലേക്ക് ഓർമ്മകളിലേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ളതിന് ഉദാഹരണമാണ് ഹെലൻ കെല്ലർ പങ്കുവച്ചത്. ഓക്കെ, ഇനി എൻ്റെ ബാക്കിയൂടെ കാണാം. ആദിഹി നുബുദത്തുൻ മിനസ്സിറത്തി ദാത്തിയത്തി ലി ഹെലൻ കെല്ലർ. ഇവിടെ കാണാം ഈ കൊടുത്തത് എന്താണ്, ഒരു നുബുദത്തും മിനസ്സിറത്തി ദാത്തിയ. സീറത്തു ദാത്തിയ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫി, ആത്മകഥ. ഓക്കെ, ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ ഹാദിഹി നുബുദത്തുൻ, ഇത് ചില എക്സെപ്റ്റ്, ഈ വലിയ ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുക്കണത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എക്സെപ്റ്റ് എന്ന് പറയും. ഈ എക്സെപ്റ്റാണിത്. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം, ഒരു ഭാഗം മാത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. നുബുദത്ത് പറഞ്ഞാൽ എക്സെപ്റ്റ് എന്നാണ്. അപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റ് മാത്രമാണിത്. ഹെലൻ കെല്ലറുടെ ആത്മകഥയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ചാപ്റ്റർ മാത്രമാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. ഉലിദത്ത് ഹെലൻ കെല്ലർ എവിടെയാണ് ജനിച്ചത്? ഹീലീൻ കീലർ എന്നാണ് അറബിയിൽ പറയട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹെലൻ കെല്ലർ എന്ന് പറയും. ഹെലൻ കെല്ലർ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഒരു ലേഡി ആയിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു, നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ജനിച്ചത് എവിടെയാണ്? ഉലിദത്ത് ഹീലീൻ കെല്ലർ ഫി വിലായത്തി ആലബാമ ഫിൽ വിലായത്തിൽ മുത്തഹിദ അൽ അമേരിക്കിയ. അമേരിക്കയിലെ അലബാമ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം, അലബാമ. അതിൻ്റെ അറബിക്ക് വേർഡാണ് അലബാമ എന്ന്. അപ്പോൾ അലബാമ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, വിലായത്തുൽ മുത്തഹിദ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ US എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് എന്ത്, US എന്നുള്ളതിൻ്റെ വിശാലമായി പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതിൻ്റെ അറബിയാണ് വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്കിയ. അപ്പോൾ ഒരു അമേരിക്കൻ ഐക്യനാടുകൾ നമ്മൾ മലയാളത്തിൽ പറയും. അമേരിക്കൻ ഐക്യനാടുകളിലെ ഈ പറയുന്ന അലബാമ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ഏത് സമയത്താണ് ജനിച്ചത്? അവിടെ കാണാം 27 യൂനിയോ എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിനാണ് യൂനിയോ എന്ന് പറയാം, ജൂൺ. അപ്പോൾ 1889. ഈ മീം കാണുന്നത് ക്രിസ്തു വർഷത്തെ സൂചിപ്പിക്കാനാണ് കേട്ടോ. അറബിയിൽ നമ്മളിങ്ങനെ വർഷങ്ങൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വർഷങ്ങളുടെ നേരെ എങ്ങനെ ഉണ്ടാവും, ഹാ ഉണ്ടാവും. ഹാ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഹിജ്രി എന്നാണ്. ഹിജ്രി എന്ന് പറഞ്ഞാൽ ഹിജറ വർഷപ്രകാരം അഥവാ അറബി മാസപ്രകാരം ഉള്ള വർഷമായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതുപോലെ മീമുണ്ടാവും. മീമിട്ടാൽ ഉദ്ദേശിക്കുന്ന അർത്ഥം മീലാദി എന്നാണ്. മീലാദി എന്നാൽ ക്രിസ്തു വർഷം, ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമുള്ള വർഷങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വർഷപ്രകാരമുള്ള ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ മീമാണ് ഇടുക. രണ്ടും ഓർത്ത് വെക്കുക. അപ്പോൾ യൂനിയോ എന്ന് പറഞ്ഞാൽ ജൂൺ മാസം. അപ്പോൾ 1889 ഒരു ജൂൺ മാസത്തിലാണ് ഹെലൻ കെല്ലർ എന്താകുന്നത്, ജൂൺ 27 അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അലബാമ സ്റ്റേറ്റിലാണ് ഹെലൻ കെല്ലർ ജനിക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി അവരുടെ വിശേഷം എന്താണ്? വഹിയ കാത്തിബത്ത്, അവളൊരു എഴുത്തുകാരിയായിരുന്നു. കാത്തിബത്ത് എന്നാൽ എഴുത്തുകാരി. ഓക്കെ, റൈറ്റർ. അവരൊരു എഴുത്തുകാരിയായിരുന്നു. പിന്നെ അതുപോലെ അദീബത്ത് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരി. അമേരിക്കൻ അംബിക്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ. അപ്പോൾ അമേരിക്കൻ എഴുത്തുകാരിയായിരുന്നു. പിന്നെ അദീബത്ത് പറഞ്ഞാൽ സാഹിത്യകാരിയായിരുന്നു, സാഹിത്യകാരി. പിന്നെ മുഹാദറത്തുൻ വനാശിദത്തുൻ. മുഹാദറത്ത് പറഞ്ഞാൽ ലെക്ചറർ, ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാണെന്ന് പറയാ, ലെക്ചറർ. ഓക്കെ, ക്ലാസ് എടുക്കുന്നവരായിരുന്നു. അതുപോലെ നാശിദത്തുൻ, നാശിദത്ത് പറഞ്ഞാൽ ആക്ടിവിസ്റ്റസ്,
പ്രവർത്തകരുണ്ടാവില്ല, ഇപ്പോൾ സാമൂഹിക പ്രവർത്തകർ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിസ്റ്റസ്, അതിനാണ് എന്താ പറയുക നാശിത്വം എന്ന് പറയുക. അപ്പോൾ അവരങ്ങനെ അമേരിക്കയിലുള്ള സാഹിത്യകാരിയും ലെക്ചററും അതുപോലെ ആക്ടിവിസ്റ്റുമായിരുന്നു. തുഅ്തബറു ഹീലിൻ കീലർ നമൂദജൻ ലി ഖുവത്തിൽ ഇറാദ, പരിഗണിക്കപ്പെടുന്നു. തുഅ്തബറു എന്നാൽ പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്നു. തുഅ്തബറു എന്ന് ഇംഗ്ലീഷിൽ നേരെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുക എന്ന് പറയാം. അപ്പോൾ ഹെലൻ കെല്ലറെ ആളുകൾ കണക്കിലാക്കുന്നത് എങ്ങനെയാണ്? നമൂദജൻ, അതൊരു മാതൃകയാണ്, ഏറ്റവും വലിയൊരു മാതൃകയായിട്ടാണ് ആളുകൾ എന്താകുന്നത്. നമൂദജൻ മോഡൽ അല്ലെങ്കിൽ മാതൃക എന്നൊക്കെ അർത്ഥം. ഓക്കെ, എന്തിനും ഖുവത്തുൽ ഇറാദത്തി, ഖുവത്തുൽ ഇറാദ നമ്മളെ എന്താണ് പിന്നെ നമ്മുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം, ഇച്ഛാശക്തി എന്ന് പറയും നമ്മൾ മലയാളത്തിൽ അല്ലേ. ഇച്ഛാശക്തി പറഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ അതീവ താല്പര്യം, തീവ്രമായ താല്പര്യം, ഇതിനാണ് ഖുവത്തുൽ ഇറാദ എന്ന് പറയും. അപ്പോൾ അങ്ങേയറ്റത്തെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമായിട്ട് ഗണിക്കപ്പെടുന്ന വലിയൊരു നേതാവായിരുന്നു ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ആ ഒരു ലേഡി എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം അവൾക്ക് ജന്മന കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. അപ്പോൾ എന്നിട്ടും അവൾ ഒരുപാട് എന്തായി പിന്നെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നഹ, കാരണം ഈ ഹെലൻ കെല്ലർ ഫതാത്തുൻ, ഒരു യുവതിയായിരുന്നു. എങ്ങനത്തെ യുവതിയാണ്? ഫാഖിദത്തുൻ ലി ഹാസത്തി സമഇ വൽ ബസരി, കണ്ണ്, കാഴ്ച ശക്തിയും കേൾവി ശക്തി, ഈ രണ്ട് ഇന്ദ്രിയങ്ങളും ഇല്ലാത്ത, അത് രണ്ടും നഷ്ടപ്പെട്ട ഒരുത്തിയായിരുന്നു. ഫാഖിദത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എന്നർത്ഥം, ലോസ്റ്റ് അർത്ഥം. അവൾക്കില്ലായിരുന്നു എന്ത്? ഹാസത്ത് എന്ന സെൻസ്. അവർക്ക് പിന്നെ കണ്ണ്, കാഴ്ച ശക്തി, ഇതിൻ്റെ ഇന്ദ്രിയമോ അല്ലെങ്കിൽ എന്താണ് പിന്നെ കേൾവി ശക്തിയോടെ പിന്നെ ഇതൊന്നും ഇല്ലാത്ത, സെൻസുകളില്ലാത്ത, നമുക്ക് 5 സെൻസുകളാണുള്ളതെന്ന് പറയാറുണ്ടല്ലോ, അതിലെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഇല്ലാത്ത ആളായിരുന്നു അവർ. എന്നിട്ടും അവർ ഒരുപാട് സമൂഹത്തിൽ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തി എന്നാണ് ഇതിൽ പറയുന്നത്. ഇസ്തതാഅത്ത്, അവൾക്ക് സാധിച്ചു, അൻ തഗ്ലിബ ഇആഖതഹ, തഗ്ലിബന മറികടക്കുക എന്നർത്ഥം. എന്താർത്ഥം? മറികടക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഓവർകം ചെയ്യാന്നറിയില്ലേ, അതിൻ്റെ സംഭവം ഓവർകം. ഓക്കെ, അപ്പോൾ അവരെന്തായി? അവൾക്ക് സാധിച്ചു അൻ തഗ്ലിബ, മറികടക്കാൻ, ഇആഖതഹ, അവളുടെ ഡിസേബിലിറ്റിയെ. ഇആഖത്ത് പറഞ്ഞാൽ ഡിസേബിലിറ്റി, കഴിവില്ലായ്മ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ജന്മന അന്ധതയുള്ള ആളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാവും, ഒരുപാട് കഴിവില്ലായ്മ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷ പഠിച്ചെടുക്കാനൊക്കെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. കണ്ണ് കാണില്ല, ശരിക്കും നടക്കാൻ പറ്റില്ല, പലതും കേട്ട് മനസ്സിലാക്കുന്ന ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കണ്ടു മനസ്സിലാക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസേബിലിറ്റിയെല്ലാം അവൾ ഈസി ആയിട്ട് ഓവർകം ചെയ്തു, അതിനെ മറികടന്നു. തുഖാവിമഹ, അതിനവൾ റെസിസ്റ്റ് ചെയ്തു, പ്രതിരോധിച്ചു. കാമ ചെറുത്തു നിൽക്കുക അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. റെസിസ്റ്റ്, നമ്മളെ വാച്ചിലൊക്കെ ഉണ്ടാവില്ല, വെള്ളം കിടക്കാത്ത വാച്ചാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവും, വെള്ളം റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന അർത്ഥം. അപ്പോൾ തുഖാവിമഹ ഹത്താ സുമ്മിയത്ത് ഹാദിഹിൽ മുഖാവമത്തു, അങ്ങനെ ഈ ചെറുത്തുനിൽപ്പിനെ പിന്നീട് വിളിക്കപ്പെട്ടു എന്ത്? ബിൽ മുഅ്ജിസത്തി, അതൊരു മിറാക്കിളാണ് എന്ന്. മിറക്കിൾ എന്ന് പറയും, മിറക്കിൾ എന്ന് പറഞ്ഞാൽ അമാനുഷികമായ അത്ഭുതകരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ മിറക്കിൾ, മാജിക് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിന്. അപ്പോൾ ആളുകൾ പിന്നീട് പിന്നെ ഇവരുടെ ഈ ചെറുത്തുനിൽപ്പ്, ഇവരുടെ ഒരുപാട് ഡിസേബിലിറ്റികൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വലിയ സമൂഹത്തിലെ ഉന്നതമായ പദവികളിലേക്ക് അവൾ എത്തിച്ചേർന്നത്? അപ്പോൾ അതിനെ ആളുകൾ ഇപ്പോഴും എന്തായിട്ടാണ് ഗണിക്കപ്പെടുന്നത്? ഒരു വലിയ മിറക്കിളായിട്ടാണ് എണ്ണുന്നത്, ഒരു മുഅ്ജിസത്തായിട്ടാണ് അവർ എണ്ണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള വീഡിയോകളിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.